സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരബാധിത വർദ്ധിക്കുമ്പോഴും രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ആശയക്കുഴപ്പത്തിൽ. വെള്ളത്തിലുള്ള അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിൽ പ്രവേശിക്കുന്നതെന്നാണ് പൊതുധാരണ. നൈഗ്ലേരിയ എന്ന അമീബയാണ് ഇങ്ങനെ തലച്ചോറിലെത്തുന്നത്. എന്നാൽ അകാന്തമീബ, ബാലമുത്തിയ എന്നീ അമീബകൾ ശ്വാസകോശം, മുറിവ് എന്നിവയിലൂടെ തലച്ചോറിൽ പ്രവേശിക്കാമെന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രോഗികളിൽ ചിലരിൽ അകാന്തമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. സാഹചര്യം ഇതായിരിക്കെ മൂക്കിലൂടെ മാത്രമാണ് രോഗം ബാധിക്കുന്നതെന്ന പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. വെള്ളത്തിൽ ഇറങ്ങുന്നവരുടെ ശരീരത്തിലെ തിരിച്ചറിയാൻ പോലുമാകാത്ത മുറിവിലൂടെ അമീബ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം പൊടിയിലും അമീബയുണ്ടാകാം. ഇത് ശ്വാസകോശത്തിലെത്തി സജീവമല്ലാതെ തുടരുകയും പിന്നീട് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും ചെയ്യും. മുങ്ങിക്കുളിച്ച് ഏതാനും ദിവസങ്ങൾക്കകം രോഗം ബാധിച്ചാൽ കാരണം നൈഗ്ലേരിയയാണെന്ന് തീർത്തു പറയാനാകില്ല. മാസങ്ങൾക്ക് മുൻപ് രോഗിയുടെ ശരീരത്തിൽ അകാന്തമീബയോ ബാലമുത്തിയെയോ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. കിണറും ശുചിമുറിയുടെ ടാങ്കും അടുത്തടുത്തുണ്ടാകുന്നതും വിവിധ മാലിന്യങ്ങൾ തുറന്നുവിടുന്നതുമാണ് അമീബയുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. വലിയ അകലമില്ലെങ്കിൽ ശുചിമുറി ടാങ്കിലെ മാലിന്യത്തിലുള്ള ബാക്ടീരിയകൾ കിണറ്റിലേക്കെത്തും. അമീബയുടെ ഇഷ്ടഭക്ഷണമാണ് ബാക്ടീരിയ. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നതും അമീബയുടെ വളർച്ച അതിവേഗത്തിലാക്കും. നീന്തൽക്കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിലും മുടികൊഴിച്ചിൽ, ചർമ്മം കറുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം പലയിടത്തും ക്ലോറിന് പകരം ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളത്തിൽ അമീബ നിലനിൽക്കും. കടൽ വെള്ളത്തിൽ നൈഗ്ലേരിയ നിലനിൽക്കില്ലെങ്കിലും ചെറിയ തോതിൽ അകാന്തമീബ വളരുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽത്ത് മാക്സ് മലയാളം.